ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റംബുട്ടാൻ വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനാണേ. ഞാൻ നോക്കുമ്പം മരത്തെ നിറച്ച് റംബുട്ടാൻ നല്ല പഴുത്ത് വരികയാണ്. കാണാൻ നല്ല രസമുണ്ട്. നല്ല പഴുത്തത് നോക്കി ഞാൻ കുറേ പറിച്ചു. ഒരു കൊട്ട നിറച്ചും കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ലതായിട്ട് പഴുത്തത് നോക്കിയാണ് നമ്മൾ അച്ചാറിടുന്നത്. പച്ചയല്ല കേട്ടോ അച്ചാറിടാനായിട്ട് എടുക്കുന്നത്. കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. പഴുത്തത് നോക്കി കുറേ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം പറിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അകത്ത് കുറച്ച് മഞ്ഞ റംബൂട്ടാൻ ഇരിക്കുന്നുണ്ടത്. അടുത്ത വീട്ടിലൊരാൾ കൊണ്ടുവന്ന് തന്നാണ്. എന്നാൽ പിന്നെ മഞ്ഞ വെച്ചിട്ടിടാൻ ഓർത്ത് അച്ചാർ. മഞ്ഞ ആകുമ്പോഴത്തേനും ചെറിയ സൈസാണ്, നമുക്ക് അച്ചാറിട്ട് ഭരണികളിലാക്കി വെക്കാനായിട്ട് എളുപ്പമുണ്ട്. ഇതും കുഴപ്പമൊന്നുമില്ല. എന്ത് തന്നെ ആയാലും ഞാനിത് എല്ലാം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് കിട്ടി മഞ്ഞ വെച്ചിട്ട് അച്ചാറുണ്ടാക്കാം. ഇതാണ് മഞ്ഞ റംബൂട്ടാൻ. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ട്, മഞ്ഞയാകുമ്പോൾ ചെറുതാണ്. നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് ചുമപ്പ് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും, ഇതുകൊണ്ട് ഉണ്ടാക്കാം. പക്ഷേ ഞാനിവിടെ ഉണ്ടാക്കുന്നത് മഞ്ഞ വെച്ചിട്ടാണ്. അതിനായിട്ട് നമുക്ക് ആദ്യമേ തൊലിയെല്ലാം ഒന്ന് എടുക്കാം. ഇതിൻ്റെ തൊലി കളയാൻ എളുപ്പമാട്ടോ. കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് നടുക്കെ ഒന്ന് വരഞ്ഞിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ സെപ്പറേറ്റ് ആക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്കിന്ന് മാത്രം കളഞ്ഞാൽ മതി. അകത്തെ കുരു ഒന്നും എടുത്ത് കളയണ്ട. കുരു എടുത്ത് കളയാനും പാടാണ്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ചുമന്ന കളറുള്ള റംബുട്ടാനും കൂടി ഇട്ടിട്ടുണ്ട്. ചെറിയ സൈസ് നോക്കി അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കിനി അച്ചാറിടാം. അച്ചാറിടുന്നത് നമ്മൾ സാധാരണ അച്ചാറിടുന്ന പോലെ തന്നെയാണ്. നമ്മളൊക്കെ സാധാരണ അച്ചാറിടത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇതും അച്ചാറിടുന്നത്. അതിനായിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇതെല്ലാം വേണം. ഇഞ്ചി എല്ലാം കട്ട് ചെയ്ത് ഇപ്പം ഞാൻ കുറച്ചാണ് ഇടുന്നത്, അതുകൊണ്ട് എല്ലാം കുറേശ്ശെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ ഇതിനാവശ്യമായി ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇതെല്ലാം ജസ്റ്റ് മൂത്ത് വരാനുള്ള എണ്ണ മതി. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഉലുവയും കടുവും എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തത്. ഇഞ്ചി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളക് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇച്ചിരി നന്നായിട്ട് ഇടുന്നതാണ് നല്ലത്, കാരണം റംബുട്ടാൻ മധുരമാണല്ലോ. അപ്പോൾ ഇച്ചിരി എരിവ് നന്നായിട്ട് നിന്നാലാണ് അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. മുളക് പൊടി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തു. ഉലുവ നമ്മൾ ഓൾറെഡി കടുക് പൊട്ടിച്ചാണ്, എന്നാൽ ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഈ പൊടികളെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പൊടികളെല്ലാം മൂത്ത ശേഷം അവസാനം 1 സ്പൂൺ മുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് മമ്മി പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ. നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ. ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ ആ പുളി ഉണ്ടെങ്കിലാണ് നന്നായിട്ടത് സോക്കായി അതിൻ്റെ ആ മധുരത്തിൻ്റെ കൂടെ പുളിയും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആവുള്ളൂ. വിനാഗിരി ഒന്ന് തിളച്ച് വന്നപ്പോഴേ അതിലേക്ക് നമുക്ക് ഈ റംബുട്ടാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അധികം നേരം ഇട്ട് വേവിക്കുകയൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. വിനാഗിരി കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഉപ്പും വിനാഗിരി എല്ലാം നോക്കിയ ശേഷം കുറച്ച് സമയം നമ്മളിങ്ങനെ വെക്കുക. അതിന് ശേഷം ഞാൻ കുറച്ച് വിനാഗിരി കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി, സൈസ് ചെറുതായി വന്നിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ഇത് ചുങ്ങി വരും. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസുമായിട്ട് ഇനി വരും വരേക്കും. ബൈ ബൈ.